ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് ഇന്ത്യൻ പൊളിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ്. PSC, UPSC മത്സര പരീക്ഷകളിൽ എല്ലാത്തരം പരീക്ഷകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പൊളിറ്റി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ. അതുകൊണ്ട് തന്നെ ഒരു മത്സര പരീക്ഷയിൽ വിജയിച്ച് കയറുന്നതിന്, ഉന്നത വിജയം നേടുന്നതിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ കാര്യമായ രീതിയിൽ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ വിഷയം നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇത് ഫ്രം ദി വെരി ബിഗിനിങ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വസ്തുതകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ പൊളിറ്റി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും വിജയമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവസരങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ PSC തലത്തിലും UPSC തലത്തിലും നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഉദ്യോഗം നേടാനുള്ള നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. അവസരങ്ങളുടെ വിശാലമായ ഒരാകാശമാണ് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനും അടിച്ചു നിൽക്കുന്നു? പറന്നുയരുക ആ ആകാശത്തേക്ക്. അങ്ങനെ അവസരങ്ങളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ, നിങ്ങളുടെ ചിറകുകൾക്ക് കരുത്ത് പകരാൻ സഹകാരി റൈസ് പ്ലസിൻ്റെ ക്ലാസ്സുകൾക്ക് കഴിയട്ടെ. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. ഞാൻ ചന്ദ്രബാബു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബിഗിനിങ് മുതലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ആദ്യത്തെ പോർഷൻ നിങ്ങൾക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് മലയാളത്തിൽ പറയും. നമുക്ക് വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ അസംബ്ലിയെക്കുറിച്ച്. വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയാണ്. എ ബോഡി created for the purpose of framing and revising Constitution of India. That is called Constituent Assembly, ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കണം, ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം, ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് MN റോയ്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ ആദ്യ ക്ലാസ്സാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് ഗവേൺഡ്. ഒരു രാഷ്ട്രം ഭരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന നിയമസംഹിത. Constitution may be defined as fundamental principles according to which a state is governed. It is a basic law of land. It defines the activities and powers of three wings of government: the legislature, the executive and the judiciary. ഏതൊരു ജനാധിപത്യ പ്രക്രിയയിലും ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ 3 ഘടകങ്ങൾ ഉണ്ടാകണം. ഏതൊക്കെയാണ്? ദി ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ; ദി എക്സിക്യൂട്ടീവ്, ആ നിയമം നടപ്പിലാക്കുന്ന കാര്യനിർവഹണ സഭ; അടുത്ത എന്താണ്? രാജ്യത്തിൻ്റെ നീതി പരിപാലനത്തിനായി ദി ജുഡീഷ്യറി, നീതി നിർവഹണ സഭയെന്നോ വിഭാഗമെന്നോ പറയാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇറ്റ് ഡിഫൈൻസ് ദി ആക്ടിവിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് 3 വിങ്സ് ഓഫ് ഗവൺമെൻറ്: ദി ലെജിസ്ലേച്ചർ, ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. വാട്ട് ഈസ് ദി പവർ ഓഫ് എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേച്ചർ ഓർ ജുഡീഷ്യറി? വളരെ വ്യക്തമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് 3 ഓർഗൻസ്? ഈ 3 ഘടകങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഏതുവരെ അധികാരമാകാം?
എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഡിഫൈൻഡ് as ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് ഗവേൺഡ്. ഇറ്റ് ഈസ് ദി ബേസിക് ലോ ഓഫ് ലാൻഡ്. ഇത് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് എന്ന് പറഞ്ഞാൽ ഓൾ അതർ ലോസ് ക്യാൻ ബി ഫോർമുലേറ്റഡ് only on the basis of Constitution of India. If an unconstitutional law is formulated by the assembly, such a law can be suspended by the court by using the power of judicial review power. നമ്മൾ പിന്നീട് പഠിക്കും. A special power of court to review the law formulated by parliament or state legislative assemblies. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? അതിന് അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ നിയമനിർമ്മാണ സഭകൾക്കാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കണം ഈ നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കേണ്ടത്? തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനെ മാനിച്ചുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ അതിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു നിയമനിർമ്മാണം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അല്ല എങ്കിൽ കോടതി ഇടപെടും. കോടതിക്ക് അങ്ങനെ ഒരു പവറുണ്ട്. പിന്നീട് നമ്മൾ വിശദമായി പഠിക്കും. ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിക്കും. ഇപ്പം ഞാൻ ആ വാക്ക് പറഞ്ഞതുകൊണ്ട് പറയാം. ജുഡീഷ്യൽ റിവ്യൂ പവർ മീൻസ് എ സ്പെഷ്യൽ പവർ ഓഫ് കോർട്ട് ടു റിവ്യൂ ദി ലോ ഫോർമുലേറ്റഡ് ബൈ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. If such law is unconstitutional, that law can be suspended by the court. കോടതിക്ക് ആ നിയമം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. Such a special power of court is called judicial review power. The idea is borrowed from USA. The article relating to judicial review power, Article 13. മാത്രമല്ല ആർട്ടിക്കിൾ 139 ഒന്നുകൂടിയുണ്ട്, ആർട്ടിക്കിൾ 372(1). ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും പറഞ്ഞതുകൊണ്ട് ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 139, ആർട്ടിക്കിൾ 372(1) അതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിലിമിനറി ടോപ്പിക്കായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാം. അപ്പം Indian constitution was framed by Constituent Assembly. The idea of Indian constitution was first introduced by M.N. Roy. മാനവേന്ദ്ര നാഥ് റോയ് എന്നാണ് പൂർണ്ണമായ പേര്. ഒരു ബംഗാളി റവല്യൂഷണറി, അല്ലെങ്കിൽ പറയാം ഒരു റാഡിക്കൽ ആക്ടിവിസ്റ്റ്, ഫിലോസഫർ, ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളാണ് നമ്മുടെ M.N. റോയ്, മാനവേന്ദ്രനാഥ് റോയ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളൊരു ചോദ്യമുണ്ട്, ഹു ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പി ആര്? M.N. റോയ്. ഇൻ ദി ഇയർ 1934 he introduced the idea of Indian Constitution. 1934 ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യവുമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചത്? He expressed this idea in the newspaper, the Indian Patriot. പരീക്ഷയ്ക്ക് ചോദിക്കും. In which newspaper he introduced the idea of Indian Constitution? ആ ന്യൂസ്പേപ്പറിൻ്റെ പേര് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ M.N. റോയ്. അദ്ദേഹം ആരൊക്കെ ആയിരുന്നു എന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചോളുക. ഒരു മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് പൂർണ്ണമായ പേര്. ഒരു ബംഗാളി റവല്യൂഷണറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കിങ്ങനെ പറയാം, ഒരു ഇന്ത്യൻ റവല്യൂഷണറി, റാഡിക്കൽ ആക്ടിവിസ്റ്റ്, ഫിലോസഫർ, വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതൊക്കെ ആരാണ്? M.N. റോയ്. അദ്ദേഹത്തെക്കുറിച്ച് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഹു ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പിയാര്? M.N. റോയ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം പറയാം. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ M.N. റോയ്. ദി പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഐഡിയ, അതാണ് M.N. റോയ്. പക്ഷെ ഒരു ചോദ്യം വരും, ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ.
ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ പൊളിറ്റിക്കൽ പാർട്ടി ഏത്? ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1923 January 1st. ഫോംഡ്. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1923 January 1st. അപ്പോൾ ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഈ എം.എൻ. റോയി ഐഡിയ 1934 കൊണ്ടുവന്നിരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1923 തന്നെ നിലവിൽ വന്ന സ്വരാജ് പാർട്ടി ഈ ആശയം മുന്നോട്ട് വെച്ചു. ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പലരും INC എന്ന് പറയാറുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദി ഇയർ 1935 ആണ്. എം.എൻ. റോയ് ആശയം അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ വർഷമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് ഇയർ? ഇൻ ദി ഇയർ 1935. ബ്രിട്ടീഷ് ഇന്ത്യ അക്സെപ്റ്റഡ് ദിസ് ഡിമാൻഡ് ഇൻ ദി ഇയർ 1940 ഇൻ ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ചാണ് പറഞ്ഞത്. ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഏതാണ്? സ്വരാജ് പാർട്ടി, ഫോംഡ് ഇൻ 1923 January 1st. ഇവിടെ ധാരാളം തവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാരെല്ലാം? CR ദാസ്. CR ദാസ് പ്രസിഡന്റ് ഓഫ് സ്വരാജ് പാർട്ടി. ദെൻ മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ഓഫ് സ്വരാജ് പാർട്ടി. ഇവർ രണ്ടുപേരുമാണ് ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടിങ് ലീഡേഴ്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? വ്യക്തമായി മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത്രയും നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ആമുഖമായിട്ടുള്ള കാര്യങ്ങളായി മാറി. ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനു വേണ്ടിയിട്ടൊരു അസംബ്ലി ഫോം ചെയ്യുന്നതിനുള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി അസംബ്ലി ഫോം ചെയ്യുകയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദി ഡേറ്റ്സ് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. ഈ അസംബ്ലിയുടെ ക്ലാസിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് എല്ലാം കൂടി ഡേറ്റുകൾ ഓർഡറാക്കി ഞാൻ തരികയും ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നത് സാന്ദർഭികമായിട്ട് പറയുന്ന ഡേറ്റുകൾ അതാത് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ലാസ്റ്റ് എല്ലാം കൂടെ ഓർഡറായി നമുക്ക് അത് വ്യക്തമായി പറയാം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് തന്നെ നമ്മളൊരു 3 സെഗ്മെൻറ്റുകളായിട്ടാണ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2 വീഡിയോ ക്ലാസ്സിലൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് 3ാമത്തെ സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ഒരു റിവിഷൻ, കുറേ പ്രീവിയസ് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതുമായ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ക്ലാസ് കൂടി കഴിയുമ്പോൾ അസംബ്ലിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകും. നന്നായി പഠിച്ച് മുന്നോട്ട് പോകണം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നോക്കാം നമുക്ക്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ ദി ഇയർ 1946 December 6. 1946 December 6, 1946 December 6 ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആരുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ്, അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6 അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. വാട്ട് ഈസ് ക്യാബിനറ്റ് മിഷൻ? നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ് മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദൗത്യം എന്ന് പറയും. ദൗത്യം, ഒരു ലക്ഷ്യം, ദൗത്യം. അതാണ് നമ്മൾ മിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുള്ള വാക്കാണ്. എപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ പല ഘട്ടങ്ങളിലൊക്കെ പറയുന്ന വാക്കാണ്. ഇപ്പം മിഷൻ 2025 എന്നൊക്കെ പറഞ്ഞാൽ 2025 ഒരു മിഷൻ
ഒരു 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 ലക്ഷ്യം നമ്മൾ ഏറ്റെടുത്ത് നടക്കുന്നു. നമ്മൾ നമ്മൾ പലതവണയും ഇപ്പം നമ്മുടെ ഒരു 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 അരിക്കൊമ്പൻ മിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതികളെയാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ലക്ഷ്യം, അതിനെയാണ് നമ്മൾ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ക്യാബിനറ്റ് മിഷൻ? ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു പ്രത്യേക ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ആ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മൾ ഫോം ചെയ്തത്. 1946 December 6th കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ. അങ്ങനെയാണെങ്കിൽ ദി ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ ഡാഷ്. ഞാൻ പറഞ്ഞു ഒരു 3 അംഗ ദൗത്യ സംഘമാണ്. ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് എന്ന് പറയുന്നു. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി ഇയർ 1946 March 23rd. പല റാങ്ക് ഫയലുകളിലും ഗൈഡുകളിലും ഒക്കെ March 24th എന്നും കിടപ്പുണ്ട്. അത് ആശയക്കുഴപ്പം വേണ്ട, രണ്ടും നിങ്ങൾ ഓർത്തു വെച്ചോളുക. രണ്ടും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കൂല, ഓപ്ഷനിൽ വരില്ല, ഉറപ്പ്. ഒന്നുകിൽ ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ എന്ന് ചോദിച്ചിട്ട് 1946 March 23rd എന്നോ 1946 March 24th എന്നോ ചോദിക്കാം. രണ്ടും കൂടി വരില്ല, ഉറപ്പാണ്. അപ്പോഴും നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം വരും. അതങ്ങനെ ആദ്യമായിട്ട് 2 പ്രാവശ്യം വരുന്നത്, ആദ്യം വന്നതെന്നല്ലേ ചോദിക്കുന്നത്? അതിൻ്റെ കാരണമുണ്ട്. ഇൻ ദി ഇയർ 1946 March 23rd ഈ മിഷൻ വരുന്നത് കറാച്ചിയിലാണ്. കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നു, ഇന്ന് പാകിസ്ഥാനിലാണ്. പിറ്റേ ദിവസം March 24th ദേ വിസിറ്റഡ് ഡൽഹി. ഡൽഹിയിൽ വരുന്നത്, ഡൽഹി അന്നും ഇന്നും ഇന്ത്യയിലാണ്. അതുകൊണ്ട് ചിലർ പറയും അന്നും ഇന്നും ഇന്ത്യയിലായ ഡൽഹിയിലല്ലേ ആദ്യമായിട്ട് വന്നത്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ളത് കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നല്ലോ, അപ്പോൾ ആ ഡേറ്റ് പറയുന്നത് ആണ് കൂടുതൽ ശരി എന്നാണ് എൻ്റെ പക്ഷം. രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd. ഈ ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നു. ആ ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്തെന്നാണ്. അത് ആ ഡേറ്റ് കൂടെ ഓർമ്മിച്ചുകൊള്ളുക. ക്യാബിനറ്റ് മിഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് എന്നാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ് ഇൻ 1946 തന്നെയാണ്. മെയ് 16th ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്ത്. ഡേറ്റുകൾ ഓർഡറായി മനസ്സിൽ സൂക്ഷിക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6 according to the proposal of ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ് ഇൻ 1946 May 16th 16th. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്തത്. ക്യാബിനറ്റ് മിഷൻ മെമ്പേഴ്സ്, ഞാൻ പറഞ്ഞു 3 മെമ്പേഴ്സാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ ചോദിക്കാം. ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരും. എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ആ 3 പേരിൽ ഒരാളുടെ പേര് മാത്രമേ ആൻസറായിട്ട് ഓപ്ഷനിൽ ഉണ്ടാകുള്ളൂ. ഇനി എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നും ചോദിക്കാം. നമ്മൾ പെട്ടുപോകുന്നത് 2ാമത്തെ ചോദ്യത്തിലാണ്. നമുക്ക് വെപ്രാളമാണ്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നത് തന്നെ അരവട്ടായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത്. എന്താണ് എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ. നമ്മളവിടെ ആ വെപ്രാളത്തിൽ ക്യാബിനറ്റ് മിഷനും കാണും, മെമ്പേഴ്സും കാണും, നോട്ട് വീട്ടിൽ ഒന്നും കാണും. ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ. അതൊക്കെ ഒന്ന് മാറ്റണം. നന്നായി പഠിച്ച് ആത്മസംയമനത്തോടെ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് തഞ്ചമായിട്ട് പരീക്ഷ എഴുതുക. വെപ്രാളപ്പെടേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ ആവലാതിപ്പെടുന്നത് കൊണ്ട് 1 മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമോ? കിട്ടില്ല. കിട്ടാൻ സാധ്യതയുള്ള 1 മാർക്കെങ്കിലും നഷ്ടപ്പെടില്ലേ? ഉറപ്പായും. അപ്പോൾ എന്ത് ചെയ്യണം? ടെൻഷൻ വേണ്ട. ടെൻഷൻ ഫ്രീ ആയി ഒരു പരീക്ഷയ്ക്കൊക്കെ പോകുന്നത് ഒരു പിക്നിക്കിന് പോകുന്ന ലാഘവത്തോടെയാണ് നിങ്ങൾ പോകേണ്ടത്. എൻ്റെ ഒരു സജഷനാണ്. ശ്രമിച്ചു നോക്കൂ.
നിങ്ങൾക്ക് അത് വലിയ ഊർജം പകരും. അല്ലാതെ ടെൻഷൻ അടിച്ച് എല്ലാം ഉള്ളത് കൂടി കളഞ്ഞു കുളിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, നമുക്ക് തുടരാം ക്ലാസ്. മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ നോട്ട് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്ന് ചോദിച്ചാൽ ആ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കൃത്യമായി എഴുതണമെങ്കിൽ ആ 3 പേരുടെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ പോരെ. 3 പേരുടെ പേര് വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് പേരായതുകൊണ്ട് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഈസിയാണ്, 2-3 തവണ മനസ്സിൽ ആവർത്തിച്ച് പറയുക. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ വേർ ദി മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ വേർ ദി മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. 3 പേര് നോക്കൂ. ദി ക്യാബിനറ്റ് മിഷൻ വാസ് ലെഡ് ബൈ ഹൂം, അല്ലെങ്കിൽ ഹു വാസ് ദി ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനെ നയിച്ചതാര്? ഹെഡ് ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്നോ ക്യാബിനറ്റ് മിഷൻ വാസ് ഹെഡഡ് ബൈ ഹൂം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ആ പേര് ആദ്യം പറഞ്ഞത് പെത്തിക് ലോറൻസ്. പെത്തിക് ലോറൻസ് വാസ് ദി ഹെഡ് ഓർ ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ഇവരെ 3 അംഗ സംഘത്തെ നയിച്ചത് പെത്തിക് ലോറൻസ് ആയിരുന്നു. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. മറക്കാതിരിക്കുക. ഇനി നോക്കൂ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഈ മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ആ ചോദ്യം വേറെ രീതി ചോദിക്കാം. ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം ഒന്നാണ്. കാരണം എന്താണ്? ക്യാബിനറ്റ് മിഷൻ വന്നത് 1946, സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947. അപ്പോൾ ഒരേ പീരീഡാണ്. അപ്പോൾ ഹു വാസ് ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നോ, അല്ലെങ്കിൽ ദി പ്രൈം മിനിസ്റ്റർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ എന്ന് ചോദിച്ചാലും ക്ലമന്റ് ആറ്റ്ലി ആണ് ഉത്തരം. ക്ലമന്റ് ആറ്റ്ലി. ദി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ, ക്ലമന്റ് ആറ്റ്ലി. പക്ഷെ അപ്പോൾ ഒരു ആളുടെ പേര് കൂടി നിങ്ങൾ പഠിക്കണം. വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ, അറ്റ് ദി ടൈം ഓഫ് വിസിറ്റിംഗ് ഇന്ത്യ, അറ്റ് ദി ടൈം ഓഫ് എന്താണ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ. ആ ക്യാബിനറ്റ് മിഷൻ പീരീഡിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ ലോർഡ് വേവൽ പ്രഭു. ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ മാത്രം ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. Constituent Assembly was formed in 1946 December 6 according to the proposal of Cabinet Mission. Cabinet Mission visited India in 1946 March 23rd. The British Prime Minister sent a Cabinet Mission to India, Clement Attlee. The members of Cabinet Mission, Petik Lawrence, Stafford Cripps, A.V. Alexander. Chairman of Cabinet Mission, Petik Lawrence. വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ ലോർഡ് വേവൽ. ഓക്കെ അല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട. ഇനി അസംബ്ലിയിലേക്ക് നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ അസംബ്ലി ഫോം ചെയ്തു December 6. പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഡേറ്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ സ്റ്റേറ്റ് PSCയുടെയും UPSCയുടെയും വിവിധ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ച് നോക്കൂ. ഒരു 10 ചോദ്യ പേപ്പർ നിങ്ങൾ പരിശോധിച്ചാൽ 8 എണ്ണത്തിലെങ്കിലും ഈ ചോദ്യം ഉണ്ടാകും. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ എന്നാണ്, അല്ലെങ്കിൽ വിച്ച് ഡേറ്റ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9. മറക്കുകയരുത്. ഇതുവരെ പറഞ്ഞ ഡേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്. ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9. എവിടെ വെച്ചെന്നും കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞോളൂ നിങ്ങൾ. എവിടെ വെച്ച്? അറ്റ് പാർലമെന്റ് സെൻട്രൽ ഹാൾ, ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ
പഴയ പാർലമെൻറ്റ് മന്ദിരത്തിന് അങ്ങനൊരു ഹാൾ ഉണ്ടായിരുന്നു, സെൻട്രൽ ഹാള്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അതില്ല. അത് പാർലമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്നും അതിന് പകരമല്ല മറ്റൊരു ഹാള്, പുതിയതായിട്ട് വന്ന ഹാള്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാള് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂ പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം, വിശദമായി പഠിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, ആ പാർലമെൻറ്റ് ബിൽഡിങ്ങിലെ ഒരു സെൻട്രൽ ഹാളിൽ വെച്ചാണ് എന്ത് നടന്നത്, ഫസ്റ്റ് മീറ്റിംഗ്. ആ സെൻട്രൽ ഹാളിൽ വെച്ചൊക്കെയാണ് നമ്മുടെ ജോയിൻറ്റ് സെഷനൊക്കെ നടക്കുന്നത്. സംയുക്ത സമ്മേളനമൊക്കെ മുമ്പ് നടന്നിരുന്നതും അവിടെ വെച്ചാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളുക നിങ്ങൾ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 December 9 അറ്റ് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്, അറ്റ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആ ഡേറ്റ് ഒരു കാരണവശാലും മറക്കാതിരിക്കുക.